റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയാവുക. 9 ദേവസ്വം ഉദ്യോഗസ്ഥരും കൂട്ടുപ്രതികളാകും. കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ SITക്ക് DGP നിർദ്ദേശം നൽകി. അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താനാണ് നിർദ്ദേശം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം. റോഷിബാൽ വിവരങ്ങൾ നൽകും. റോഷിബാൽ, ഒന്നാം പ്രതി ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതേതായാലും നമുക്ക് ഉറപ്പായ കാര്യമാണ്. ബാക്കി 9 ഉദ്യോഗസ്ഥർ, ഇന്നലെ കോടതിയിൽ നിന്ന് ഉത്തരവിലുള്ള ആ പേരുകൾ, ആ 9 ഉദ്യോഗസ്ഥരായിരിക്കുമോ കൂട്ടുപ്രതികളാവുക? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, നിർണായക നീക്കമാണ് സംസ്ഥാന പോലീസ് നടത്തുന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് DGP റാവണ ചന്ദ്രശേഖറിന് ദേവസ്വം കമ്മീഷണർ നേരിട്ട് പരാതി നൽകിയതാണ്. ഈ സ്വർണ്ണമോഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. തൊട്ടു പിന്നാലെ തന്നെ ഈ പരാതിയും അത് സംബന്ധിച്ച ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇന്ന് അത് സംബന്ധിച്ച പരിശോധന പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തത്. ആദ്യഘട്ടത്തിൽ അത് പമ്പ പോലീസ് സ്റ്റേഷനിൽ ഈ സ്വർണ്ണമോഷണം സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താനായിരുന്നു തീരുമാനം. പ്രത്യേക സംഘമാണ് SP ശശിധരന്റെ നേതൃത്വത്തിൽ ADGP വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. ഇപ്പോൾ അതിനുശേഷം ഏതായാലും ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്, സംസ്ഥാന പോലീസ് നൽകിയ നിർദ്ദേശം ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ്. അതുകൊണ്ടാണ് FIR പമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് മാറ്റുന്നത്. ഇന്ന് തന്നെ പ്രാഥമികമായ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ഇതിൽ FIRൽ ഉൾപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. ഏറെ വൈകാതെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുന്ന കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാകുന്നത്. കാരണം അവിടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പണം വാങ്ങി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പണം കൈപ്പറ്റി, മറ്റ് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്നടക്കമുള്ള സൂചനകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ഏതായാലും 9 പേർ അത് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ മഹസറിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം സ്വർണ്ണപ്പാളിയാണെന്ന് അറിഞ്ഞിട്ടും അത് ചെമ്പ് തകടാക്കി മാറ്റിയ മഹസറാണ്. 2 മഹസറാണ്. അതിൽ ഒന്ന് ഈ കട്ടിള കൊണ്ടുപോയതാണ്, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയതാണ്. ആദ്യത്തെ മഹസർ കട്ടിള കൊണ്ടുപോയതാണ്. കട്ടിള കൊണ്ടുപോയ മഹസർ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ആ മഹസറിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് സ്വർണ്ണ തകിടല്ല, അതിന് പകരം അത് ചെമ്പ് തകിടാണെന്ന്. ആ ചെമ്പ് തകിട് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത പ്രകാരം കൈമാറുന്നു എന്നാണ്. അതിൽ തിരുവാഭരണ കമ്മീഷണറും സ്മിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പ് പാളികൾ എന്ന് പറയുന്ന ഈ സ്വർണ്ണത്തകിടുകൾ അത് കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണറും സ്മിത്തും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം മാറിയെന്നതാണോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായ അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരിൽ അന്വേഷണം തീരുമോ എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിച്ച് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം രക്ഷപ്പെടുത്താനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്ന ആരോപണം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 6 ആഴ്ച നടക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതിയെ ധരിപ്പിക്കാനുള്ള നിർദ്ദേശം. അതാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. 6 ആഴ്ചക്കകമാണ് അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത്. പക്ഷേ 1.5 ആഴ്ചക്കിടയിൽ തന്നെ ഈ വിവരങ്ങൾ അപ്പോൾ കൈമാറണം, ഇടയ്ക്കുള്ള ഇടക്കാല വിവരങ്ങൾ അറിയിക്കണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. റോഷിബാൽ, ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമോ? സ്മൃതി, ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ ലഭിച്ചപ്പോൾ തന്നെ അതിന്റെ പരിശോധന രാത്രിയൊക്കെ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പരിശോധന തുടർന്നിരുന്നു. ഇന്ന് ഏറെ വൈകാതെ തന്നെ ആ പരിശോധന പൂർത്തിയാകും. നിയമവിദഗ്ധന്മാരുമായി കൂടിയാലോചിച്ച ശേഷം ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ അതൊക്കെ ഉൾപ്പെടുത്തും. ഏറ്റവും ഗൗരവമുള്ള വകുപ്പുകൾ തന്നെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട സുരക്ഷയുള്ള ഇടത്ത്, കോടതിയുടെ നിരീക്ഷണമുള്ള ഇടത്താണ് ഇങ്ങനെ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖർ തന്നെ നൽകിയത്. അതുകൊണ്ട് പരിശോധന കഴിഞ്ഞാൽ നിയമവിദഗ്ധരുടെ ഉപദേശം കൂടി സ്വീകരിച്ചായിരിക്കും ഈ ഏതൊക്കെ സെക്ഷനുകൾ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതാണ് DGPക്ക് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ടാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് റോഷിബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.